നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല പല പ്രതിസന്ധികൾ ഉണ്ടായേക്കാം. എന്നാൽ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായാൽ പിന്നെ അത് മാത്രമേ ഉണ്ടാകൂ. ബന്ധങ്ങളിലെ ഉലച്ചിൽ, തൊഴിൽ സമ്മർദ്ദങ്ങൾ തുടങ്ങി മറ്റെല്ലാ പ്രശ്നങ്ങളും അതിൻ്റെ നിഴലിൽ പറയും. എപ്പോഴും ചില വേദനിക്കുന്ന മനുഷ്യരെ രോഗികൾ എഴുതിയ കുറിപ്പുകൾ വായിക്കുമ്പോൾ തോന്നാറുണ്ട്, അവർ ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന വേദന കൊണ്ട് പുളയുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളിൽ സംഭവിച്ച അപജയങ്ങളെക്കുറിച്ചോ സാമ്പത്തിക പ്രാരാബ്ധങ്ങളെക്കുറിച്ചോ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ അവർ പറയാറില്ല. അവർ ശരീരത്തിൽ മാത്രമായിരിക്കും പൂർണ്ണ ശ്രദ്ധ. ആരോഗ്യമാണെല്ലാം. രാത്രി ഉടനീളം സുഖമായി ഉറങ്ങി രാവിലെ സുഖമായി ഉണരുന്നതും സ്വതന്ത്രമായി നടക്കുന്നതും ഓടുന്നതും വേദനയില്ലാതെ ചിരിക്കുന്നതും അനായാസമായി ശ്വാസമെടുക്കുന്നതൊന്നും നമ്മൾ വലിയ കാര്യമായി എടുക്കാറില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, നിങ്ങൾ ശ്വാസം എടുക്കുന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും സാധാരണ ചിന്തിക്കാറുണ്ടോ? അത് സ്വാഭാവികമായി നടക്കാറുണ്ട്. പക്ഷെ അതറിയണമെങ്കിൽ ഒരു ആസ്മ പേഷ്യൻറ്റിനോട് പോയി ചോദിച്ചു നോക്കണം. ക്രിട്ടിക്കലിൽ കിടക്കുമ്പോൾ അത് നഷ്ടപ്പെടുന്നത് വരെ. ആരോഗ്യം മോശമാകുന്നതോടെ ജീവിതത്തിൻ്റെ നിറങ്ങൾ മങ്ങാൻ തുടങ്ങും. പല സ്വപ്നങ്ങളും വേണ്ടെന്ന് വെക്കേണ്ടി വരും. അതുകൊണ്ട് ആരോഗ്യ സംരക്ഷണം ഒരാഡംബരമല്ല, അതൊരു സ്നേഹപ്രവൃത്തിയാണ്. നമ്മോട് തന്നെയോടെയുള്ള ഒരു സ്നേഹപ്രവൃത്തി. നാളേക്കായി നമുക്കായി കാത്തുവയ്ക്കുന്ന ഒരു അമൂല്യ സമ്മാനം. ഇതിത്രയും ഞാൻ പറയാൻ കാരണം, ഇന്ന് ലോക ആരോഗ്യ ദിനമാണ്. ടുഗദർ ഫോർ ഹെൽത്ത്, സ്റ്റാൻഡ് വിത്ത് സയൻസ്. ആരോഗ്യത്തിനായി ഒന്നിച്ച് ശാസ്ത്രത്തിനൊപ്പം നിൽക്കാം എന്നതാണ് ഇത്തവണത്തെ വേൾഡ് ഹെൽത്തിൻ്റെ തീം. അതുവഴി ആരോഗ്യം നിറഞ്ഞ ഒരു സമൂഹം തന്നെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. ഓർമ്മിക്കുക, ആരോഗ്യം നിറഞ്ഞ ജീവിതത്തെക്കാൾ വലുതായ ഒരു സമ്പത്തും ഇന്ന് വരെ ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ സ്വരുക്കൂട്ടിയ സമ്പത്തെല്ലാം അർത്ഥരഹിതമാകും ആരോഗ്യമുള്ള ഒരു ജീവിതം നിങ്ങൾക്കില്ലെങ്കിൽ.